മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ നിരന്തരം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അനവധി ടാസ്ക്, വർക്ക്, ജോബ്, മിഷൻ ഓറിയന്റഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വിഷൻ ഓറിയന്റഡ് ആക്ടിവിറ്റീസ്, ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് കോസ് ആൻഡ് ഇഫക്റ്റ്, ആ കാര്യം ചെയ്യാനൊരു കാരണമുണ്ട്. ആ കാര്യം ചെയ്യുമ്പോൾ ഒരു ഇഫക്റ്റ് ഉണ്ട്. അതിനേക്കാൾ പ്രാധാന്യമുള്ള രണ്ട് വാക്കുകളാണ് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനും ഒരു എഫർട്ടും ഉണ്ട്, റിസൾട്ടും ഉണ്ട്. ഏത് വ്യക്തിയാണെങ്കിലും, അയാൾ ഏത് കർമ്മമണ്ഡലത്തിലുള്ള വ്യക്തിയാണെങ്കിലും, ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും, ഒരു വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും, ഒരു ജന്മത്തിൽ ചെയ്യുന്ന കാര്യമാണെങ്കിലും, നമ്മളിൽ ഓരോരുത്തരും നിർബന്ധമായും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ജോബ് അല്ലെങ്കിൽ ആ വർക്ക് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ യൂണിറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് നമ്മളും നമ്മുടെ കൂട്ടത്തിലുള്ളവരും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എടുക്കുന്ന എഫർട്ട് എത്രത്തോളമുണ്ട് എന്നുള്ളത്, ആ എഫർട്ട് നമ്മൾ എടുക്കുന്നത് അത് റിസൾട്ടായിട്ട് മാറണം. എഫർട്ട് എടുക്കുന്നത് റിസൾട്ടായിട്ട് മാറണം. ആ റിസൾട്ടിനെ കൂടി മുമ്പിൽ കണ്ടുകൊണ്ട് വേണം ഏത് എഫർട്ടും എടുക്കാൻ. എഫർട്ട് എടുക്കാതെ റിസൾട്ട് കിട്ടില്ല. റിസൾട്ടിന് വേണ്ടി മാത്രം എഫർട്ട് എടുക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം വന്നാൽ പോസിറ്റീവായിട്ടുള്ള, കൺസ്ട്രക്റ്റീവായിട്ടുള്ള, അതുപോലെ തന്നെ നന്മ നിറഞ്ഞ റിസൾട്ടിന് വേണ്ടി തന്നെയാണ് ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും എഫർട്ട് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എടുക്കുന്നത്. ഒരു ചെടി അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് അതിൻ്റെ ശരീരം ഉണ്ടാക്കുമ്പോൾ സിട്രിക് ആസിഡ് സൈക്കിളിലൂടെ കടന്നുപോയി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലൂക്കോസും സൂക്രോസും പിന്നീട് സെല്ലുലോസുമായി മാറി അത് വളരുമ്പോഴും അതിൻ്റെ നിലനിൽപ്പ് എന്ന റിസൾട്ടിന് വേണ്ടിയിട്ടാണ് അത് എഫർട്ട് എടുക്കുന്നത്. ആ നിലനിൽപ്പ് എന്ന റിസൾട്ട് കൂടാതെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തേക്ക് കൊടുക്കുക എന്ന റിസൾട്ട് കൂടി ആ ചെടി ചെയ്യുന്നുണ്ട്. എത്ര ചെറിയ ഒരു പുൽക്കൊടിയാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിലും, ഒരു പൂച്ചയാണെങ്കിലും, ഒരു അമീബയാണെങ്കിലും, ബാക്ടീരിയയാണെങ്കിലും അതെടുക്കുന്ന എഫർട്ടിന് ഒരു റിസൾട്ടുണ്ട്. ജനനം മുതൽക്ക് അത് മരിക്കുന്നത് വരെ അത് എന്തെല്ലാം എഫർട്ട് എടുക്കുന്നോ അതിനൊക്കെ റിസൾട്ട് ഉണ്ട്. അതേപോലെ വിവേകവും വിചാരവും ബുദ്ധിശക്തിയും ചിന്താശക്തിയുമുള്ള മനുഷ്യൻ നമ്മൾ ഏത് എഫർട്ട് എടുക്കുമ്പോഴും അതിൽ നിന്ന് ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നു. ആ റിസൾട്ട് പോസിറ്റീവ് ആവുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. അത് യൂസ്ലെസ് ആവുകയോ നെഗറ്റീവ് ആവുകയോ ചെയ്താൽ നമുക്ക് ദുഃഖം ഉണ്ടാവും. അപ്പോൾ റിസൾട്ട് കൺസ്ട്രക്റ്റീവാണ്, പോസിറ്റീവാണ്, പ്രതീക്ഷിച്ചതാണ്, അതും നന്മ നിറഞ്ഞതാണ് എങ്കിൽ നമ്മുടെ മനസ്സ് ആ റിസൾട്ടിനെ അസാധാരണമാം വിധത്തിൽ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്, പ്രയോജനപ്രദമാണ്. ലക്ഷ്യബോധത്തോടു കൂടി ചെയ്ത വർക്കിന് ലക്ഷ്യം നിറവേറ്റാൻ പാകത്തിനുള്ള കുറേ അധികം റിസൾട്ട് നമുക്ക് കിട്ടി.
നമ്മളുടെ ജീവിതത്തിൽ ഏത് എഫർട്ട് എടുക്കുമ്പോഴും നമ്മളുടെ റിസൾട്ട് നമ്മുടെ രാഷ്ട്രത്തെയും ധർമ്മത്തെയും സമൂഹത്തെയും കൂടി ലക്ഷ്യമാക്കിയിട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എൻ്റെ രാഷ്ട്രം പരമപവിത്രമായ ഭാരതത്തെയും അതുപോലെ എൻ്റെ ധർമ്മം ഈ രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് ആധാരമായിട്ടുള്ള അറിവുകളുടെ സമാഹാരമായിട്ടുള്ള എൻ്റെ സംസ്കാരം, അതുപോലെ എൻ്റെ സമൂഹം, വിശക്കുന്നവരും വേദനിക്കുന്നവരും അനാഥരും വൃദ്ധരും രോഗികളും വിദ്യാഭ്യാസം കുറഞ്ഞവരും സമ്പത്ത് കുറഞ്ഞവരുമായിട്ടുള്ളൊരു വലിയ സമൂഹമുണ്ട്. അതുപോലെ സമ്പത്ത് ഉണ്ടെങ്കിലും രോഗികളും ആരും നോക്കാനില്ലാത്തവരുമായിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പൊ ഇവരുടെ കൂടി നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഞാൻ പ്രവർത്തിക്കുമ്പോൾ അത് എൻ്റെ എഫർട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് ആയി കൺവെർട്ട് ചെയ്യുക. എൻ്റെ എഫർട്ട് എൻ്റെ ഭാര്യ, മകൻ, മകൾ, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമായിട്ട് റിസൾട്ടായി മാറണം എന്ന് ചിന്തിക്കുന്നതിന് പകരം അതെല്ലാം വേണം, എനിക്ക് വേണം, എൻ്റെ കുടുംബത്തിന് വേണം, അതെല്ലാം വേണം. പക്ഷെ എൻ്റെ രാഷ്ട്രത്തെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ ധർമ്മം ഈ മൂന്നിനെയും കൂടി അതിനകത്ത് പെടുത്താൻ സാധിച്ചാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി തിന്മകൾ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. ഒത്തിരി തിന്മകൾ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ പറഞ്ഞ മൂന്ന് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ചതിക്കപ്പെടുന്ന അവസ്ഥ, ചതി, വഞ്ചന, പറ്റിക്കൽ, കൈക്കൂലി, അധർമ്മം, അനീതി, അന്യായം, ഹിംസ, ഇതൊക്കെ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് കുറയ്ക്കാനെങ്കിലും സാധിക്കും. ഞാൻ എൻ്റെ കാര്യം നേടാൻ വേണ്ടി മാത്രം ചെയ്യുമ്പോഴാണ് ഞാൻ മറ്റുള്ളവനെ ചതിക്കാനായിട്ട്, വഞ്ചിക്കാനായിട്ട്, പറ്റിക്കാനായിട്ട്, അവനെ ഏതെങ്കിലും വിധത്തിലൊക്കെ വഴിതെറ്റിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ മാത്രം കാര്യം നേടാൻ ആവുമ്പോഴാണ്. ഇപ്പൊ നമ്മളുടെ രാഷ്ട്രത്തിന്, നമ്മുടെ ധർമ്മത്തിന്, നമ്മുടെ സംസ്കാരത്തിന്, സമൂഹത്തിന് നമുക്ക് നന്മ നിറഞ്ഞ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് ചെറിയ ചെറിയ നെഗറ്റീവുകൾ അല്ലെങ്കിൽ കുറച്ച് വലിയ നെഗറ്റീവുകൾ നമ്മളെ അത്രയധികം ബാധിക്കില്ല. വളരെയധികം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രവർത്തിക്കുമ്പോഴാണ് ആ പ്രവൃത്തിയുടെ ആക്ഷന്റെ റിസൾട്ട്, റിവാർഡ് കുറച്ച് കുറയുകയോ പ്രതീക്ഷിച്ചത്രയും ഉണ്ടാകാതെ വരികയോ ചെയ്യുമ്പോൾ ഞാൻ വേദനിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോഴാണ്. നേരെ മറിച്ച് വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ കുറച്ച് കുറവുകളുണ്ടെങ്കിലും പരാജയങ്ങളുണ്ടെങ്കിലും കുറച്ചെല്ലാം ഉദ്ദേശിച്ച മാതിരി സാധിച്ചില്ലെങ്കിലും ഒരു വലിയ കാര്യത്തിന് ഒത്തിരി പേര് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ എല്ലാവരുടെയും പ്രവൃത്തിയുടെ ഫലത്തിന്റെ ആകത്തുകയാണ് ഈ രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും നിലനിൽപ്പ്. അതിൽ ഞാൻ എൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെറുതോ വലുതോ കൊടുക്കുന്നു എന്ന രീതിയിൽ കൂടി ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ സ്വാർത്ഥരല്ലാതെ വരുമ്പോൾ സെൽഫിഷ്നെസ് ഈസ് ദ സിൻ ആൻഡ് വർക്കിംഗ് ഫോർ അതേഴ്സ് ഈസ് ദ വെർച്യു. വിവേകാനന്ദൻ പറഞ്ഞതാ. എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രവർത്തിക്കുമ്പോഴാണ് അത് പാപമാവുന്നത്. മറ്റുള്ളവർക്ക് കൂടി വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് പുണ്യമായി തീരും. അപ്പൊ പുണ്യം എന്ന മഹാസാഗരത്തിൽ എൻ്റേതായിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻ കൂടി കൊടുക്കാൻ എൻ്റെ വർക്കിന്റെ ഫോക്കസ്, ആ ഫോക്കസിന്റെ ഡയമീറ്റർ ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ കാണുന്ന കുറേയധികം തിന്മകൾ, വ്യവസായങ്ങളിൽ കാണുന്ന പറ്റിക്കൽ, അഗ്രികൾച്ചർ, നിങ്ങൾക്കറിയാം കാർഷിക വിഭവങ്ങളിൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി അടിച്ചു ചേർക്കുന്ന കീടനാശിനികളുടെ അളവ് ഓരോ രാഷ്ട്രീയക്കാരനും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വാങ്ങിക്കുന്ന കൈക്കൂലികൾ അതെല്ലാവരും ഉണ്ട്. ഇല്ലാത്തവര് ഒരാളൊരു പാർട്ടിയിൽ വാങ്ങിക്കുന്നില്ല എങ്കിലും മറ്റുള്ളവരത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്.
നേരിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം, അതൊക്കെ ആ പൈസയൊക്കെ ഇലക്ഷന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നൊരു ന്യായീകരണമാണ് അതിനകത്തുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് ഓരോ വ്യക്തിയും ഒരുമിച്ച് ചേർന്ന്, ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ക്ലീൻ ചെയ്യുന്നുണ്ട്. വളരെയധികം സ്വച്ഛ ഭാരതം എന്ന ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ടോ അല്ലാതെയോ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചോ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ജയന്തി അതുമായി ബന്ധപ്പെട്ടോ വളരെയധികം ക്ലീനിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നപ്പോ അവിടെ രാഷ്ട്രീയം മറന്നു. പരസ്പരം കൊലയും കൊള്ളിവെപ്പും നടത്തിയിരുന്നവര് പോലും ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് കട്ടൻ ചായ കുടിച്ച് വർക്ക് ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്നൊരു കാഴ്ച. എന്തുകൊണ്ട് പരസ്പരം പോര് നടത്തുന്നവര്, യുദ്ധം നടത്തുന്നവര് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വന്നു? ലക്ഷ്യം രാഷ്ട്രത്തിന്റെയും നമ്മുടെ ഭാരതത്തിന്റെ ക്ലീനിങ് വെച്ചപ്പോഴാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരു തത്വശാസ്ത്രം പറയുകയല്ല ഞാൻ, നമ്മളെല്ലാവരും നമ്മുടെ രാഷ്ട്രത്തിന്റെ വേണ്ടിയിട്ട്, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഇന്നലെ ഇന്ത്യ വിഷനില് വളരെ വേദനാജനകമായ ഒരു കാര്യത്തിന്റെ ചർച്ച കണ്ടു. ഇന്ത്യ വിഷനില് ഒരു പെൺകുട്ടിയാണത് ആങ്കർ ചെയ്തത്. നാദാപുരത്തെ 4 വയസ്സായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് മുസ്ലിം ലീഗിലെ നേതാക്കന്മാരും ഒരു മുസ്ലിം മൗലവിയും അതിനെ വളരെയധികം ന്യായീകരിച്ചുകൊണ്ടും അതിൽ മാപ്പ് പോലും പറയാതെ, അതിൽ ഖേദം പോലും പ്രകടിപ്പിക്കാതെ വീണ്ടും അയാള് അത് ആവർത്തിച്ച് അതിനെ ന്യായീകരിക്കുന്നത് കണ്ടപ്പോ ആ ഇന്ത്യ വിഷനിൽ ആങ്കർ ചെയ്ത പെൺകുട്ടി തിരിച്ചും മറിച്ചും മുസ്ലിങ്ങളോട് തന്നെ ചോദിക്കുന്നു, ഇത് ന്യായീകരിക്കുന്നുണ്ടോ? ആ ചെറിയ പെൺകുട്ടിയുടെ അച്ഛന്റെ വേദന അങ്ങോട്ട് ആണ പൊട്ടി ഒഴുകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടു. വേറെ ഒരു മുസ്ലിം നല്ല ബുദ്ധിജീവിയോ അല്ല നേതാവോ ഇതുമാതിരിയുള്ള ഏറ്റവും നീചമായതിനെ ആടിമുടി അദ്ദേഹം യുക്തിസഹജമായിട്ട് വിമർശിക്കുന്നത് കണ്ടു. എനിക്ക് വളരെ ചാരിതാർത്ഥ്യം തോന്നി. ഏത് സമൂഹത്തിൽ എന്ത് തിന്മകളുണ്ടെങ്കിലും അകത്തുള്ളവരും പുറത്തുള്ളവരും അതിനെതിരെ വിരൽ ചൂണ്ടുന്നതും ഈ മാധ്യമങ്ങൾ അതിനെതിരെ, തിന്മകൾക്കെതിരെ പടപൊരുതുന്നതിനും ആവേശം പകർന്നുകൊണ്ടായിരുന്നു ആ മുസ്ലിം യുവാവിന്റെ ശക്തമായ ഭാഷയില്, വ്യക്തമായ ഭാഷയിലുള്ള പ്രതികരണം. അതേ സമയത്ത് ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനോട് ഈ ഇന്ത്യ വിഷനിലെ ആങ്കർ ചെയ്ത ആ പെൺകുട്ടി ചോദിച്ചു, നാദാപുരത്തെ ഒരു സ്കൂളില് 4 വയസ്സായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഉണ്ടായ വേദനാജനകമായ ഈ സംഭവത്തില് എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രതികരിക്കുന്നില്ല? എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന ഡിവൈഎഫ്ഐ ഇതിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഒരു വലിയ സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന് ഭയന്നിട്ടാണോ പ്രതികരിക്കാത്തത് എന്ന ചോദ്യത്തിന് ആ ഡിവൈഎഫ്ഐയുടെ നേതാവ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? 10ഓ 15ഓ വോട്ട് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഇന്ന് പൊരുതുന്നതിന്റെ കൂട്ടത്തിലല്ലേ ഉണ്ടായിട്ടുള്ളത് എന്നായിരുന്നു പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ചോദിച്ച ചോദ്യത്തിന്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത് പല രാഷ്ട്രീയ നേതാക്കന്മാരും ഹിന്ദുധർമ്മത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സമൂഹത്തെയും അവഹേളിക്കുന്നത് പോലും വോട്ട് ബാങ്കുള്ള ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാനാണ്. നേരെ മറിച്ച് ആ ഡിവൈഎഫ്ഐ നേതാവ് ഈ രാഷ്ട്രത്തെയും സമൂഹത്തെയും വേദനിക്കുന്ന ആ കുട്ടിയുടെ മാതാപിതാക്കളെയുമാണ് മുമ്പിൽ വെച്ച് സംസാരിച്ചിരുന്നതെങ്കിൽ ആ മുസ്ലിമായിട്ടുള്ള മറ്റേ നല്ല വിവരമുള്ള മനുഷ്യൻ പറഞ്ഞ പോലെ അയാൾക്ക് വ്യക്തിപരമായിട്ട് നേടാനൊന്നുമില്ല. അതുകൊണ്ട് അഷ്റഫ് എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനാണ്. അയാളുടെ മനസ്സിൽ ഹിഡനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കുട്ടിയും അനുഭവിക്കുന്ന വേദന, സമൂഹം
ഇത്രയും നിന്ദ്യമായ ഒരു കാര്യത്തില് മൗനം പാലിക്കുന്നതിനെ കുറിച്ചുള്ള വേദന, ആ തിന്മ ചെയ്ത വ്യക്തി അതിനെ ന്യായീകരിക്കുന്നതിലുള്ള വേദന, അതിനെ ആ കുട്ടിയെയും കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും കളിയാക്കിക്കൊണ്ട് ഒരു മുസ്ലിം മതപണ്ഡിതൻ കളിയാക്കിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിനെതിരെ ശക്തമായ ഭാഷയിലുള്ള പ്രതികരണം, അത് അയാൾക്ക് സാധിച്ചത്, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ നേതാവിന് സാധിക്കാതെ പോയത്, ആദ്യത്തെ വ്യക്തിയുടെ മനസ്സില് ഒരു സംസ്കാരവും ഒരു കുടുംബവും ഒരു സമൂഹവും നന്മ തിന്മകളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ നിർഭയത്വത്തോടുകൂടി ഇംപാർഷ്യലായിട്ട്, അൺബയസ്ഡായിട്ട്, മുൻവിധിയില്ലാതെ അദ്ദേഹം അതിനെ കണ്ട് പ്രതികരിച്ചതുകൊണ്ടാണ്. മറ്റേയാള് ഡിവൈഎഫ്ഐ നേതാവിനത് പറ്റാതെ പോയത്, അവനവന്റെ വോട്ട് ബാങ്ക് ഇന്ത്യ വിഷനിലെ ആങ്കർ ചെയ്ത പെൺകുട്ടി ചോദിച്ച മാതിരി മുസ്ലിങ്ങളെ എന്ത് ചെയ്താലും അതിനെതിരെ പ്രതികരിച്ചാൽ ചിലപ്പോൾ ഇലക്ഷന് അവരുടെ പാർട്ടിക്കും ഇവനും ജയിക്കാൻ പറ്റാതെ പോയാലോ എന്ന ഭയം കൊണ്ടാണ്. അവിടെ സ്വാർത്ഥതയാണ് അവിടെ സംഭവിച്ചത്. അതുപോലെ സമൂഹത്തിലും രാഷ്ട്രത്തിലും നടക്കുന്ന തിന്മകൾ, അത് രാംപാലാണെങ്കിലും അല്ല സന്തോഷ് സ്വാമിയാണെങ്കിലും ഹിമവൽ ഭദ്രാനന്ദയാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും, അല്ലെങ്കിൽ തീവ്രവാദികളാണെങ്കിലും, മതത്തിന്റെ പേരില് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ മതത്തിന്റെ ധർമ്മത്തിന്റെ പേരിൽ ചെയ്യുന്നതല്ല, മതത്തിന്റെ അന്ധമായിട്ടുള്ള മതത്തിന്റെ സ്വാധീനത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ ഒരു തുറന്ന മനസ്സ് വേണം. രാഷ്ട്രവും സംസ്കാരവും മുമ്പിൽ വെച്ചാൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ആരെയും അതിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ തോളോട് തോള് ചേർത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ് എത്രയാണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണെന്നല്ല, നമുക്കുണ്ടാവുന്ന നാരോ ബെനിഫിറ്റിനേക്കാളുപരി ഈ രാഷ്ട്രത്തിനും സമൂഹത്തിനും ഉണ്ടാവുന്ന വൈഡായിട്ടുള്ള ബെനിഫിറ്റാണ് നമ്മൾ മുമ്പിൽ കാണുന്നതെങ്കിൽ, ഒരു ഭിക്ഷക്കാരന് പൈസ കൊടുക്കുമ്പോൾ പോലും ഒരാളുടെ അർഹതയുള്ളവനാണ് കൊടുക്കുന്നതെങ്കിൽ ഒരാളുടെ വിശപ്പ് മാറ്റാൻ എൻ്റെ രാജ്യത്തിലെ ഒരു വ്യക്തിയുടെ വിശപ്പ് ഒരു നേരത്തെ ഭക്ഷണത്തിന് എനിക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ആ ഭിക്ഷക്കാരന് കൊടുക്കുന്ന പൈസയുടെ വീക്ഷണത്തിന്റെ വ്യാപ്തി അസാധാരണമാം വിധത്തിൽ വർദ്ധിക്കുന്നു. ഒരാൾക്ക് ചായ കുടിക്കാൻ പൈസ കൊടുത്തു എന്നല്ല, എൻ്റെ രാഷ്ട്രത്തിലെ 125 കോടി ജനതയിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന വേദന അല്പമെങ്കിലും ഇല്ലാതെയാക്കാൻ എനിക്ക് സാധിച്ചു. അതാണ് ഖാദി ബോർഡ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിൽ ഒരെണ്ണമെങ്കിലും അരവർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 എണ്ണമെങ്കിലും ഒരു വർഷത്തിൽ വാങ്ങിക്കണമെന്ന് ഒരു മന്ത്രി പറയുകയുണ്ടായി. ഖാദി ബോർഡിന്റെ ഉൽപ്പന്നങ്ങൾ ഒരു വർഷത്തിൽ 2 എണ്ണമെങ്കിലും നിങ്ങൾ വാങ്ങിക്കണം. അതിന്റെ പുറകിലൊരു വലിയ സന്ദേശമുണ്ട്. ആ ഖാദി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നവർക്ക് അതൊരു വഴിയാവും. അടുത്ത കാലത്ത് ബനാറസ് സിൽക്കിനെ കുറിച്ച് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഒരു സിൽക്ക് സാരിയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഒരെണ്ണം ബനാറസ് സിൽക്ക് സാരി വാങ്ങിക്കണം. കാരണം എൻ്റെ ആവശ്യത്തിനൊരു സാരി വാങ്ങിക്കുന്നു എന്നല്ല, ആ സാരി ഉണ്ടാക്കുന്ന ആളുടെ ഉപജീവനത്തിന് ഇതൊരു കാരണമായി തീരും. നമ്മളുടെ പ്രദേശത്ത് ഒരു കക്കൂസ് ക്ലീൻ ചെയ്യണമെന്ന് തോമസ് ഐസക്ക് കാണിച്ചു തന്നു എങ്കിൽ അതൊരു കക്കൂസ് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, മറിച്ച് എൻ്റെ നാട്ടിലുള്ള വൃത്തികേടിൻ്റെ ഒരംശമെങ്കിലും ഇല്ലാതെയാക്കാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് സാധിക്കുന്നു. കേരളത്തിൽ ഓരോരുത്തരും വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോൾ അത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അതിനേക്കാൾ
ലാഭമുണ്ടാക്കുന്ന എത്രയോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ, എത്രയോ വലിയ ഇൻഡസ്ട്രി ഉണ്ടാക്കാൻ സാധിക്കും. കേരളത്തിന് പുറത്ത് തുടങ്ങിയാലും മതി. പക്ഷെ ആ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്ന വ്യക്തിയുടെ ആ പ്രവൃത്തി കൊണ്ട് എത്ര പേർക്കാണ് ആ പ്രൊഫഷണൽ കോഴ്സിൽ ഡിഗ്രി ഉണ്ടാവുകയും മേടിക്കാൻ സാധിക്കുകയും പ്ലസ് ജോലി കിട്ടുകയും ജീവിതം തന്നെ ധന്യമാവുകയും ചെയ്യുക എന്ന് ചിന്തിച്ചു നോക്കാം. ഈവൺ ഒരു ചെറിയ പെട്ടിക്കടയിൽ നാരങ്ങാവെള്ളം വിൽക്കുന്ന ഒരു സ്ത്രീക്ക് പോലും ചിന്തിക്കാൻ സാധിക്കും, എൻ്റെ നാട്ടില് ജീവിക്കുന്ന വ്യക്തികൾ ക്ഷീണിച്ച് ഇതിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ഞാൻ ഈ കട തുറന്നു വെച്ചാൽ അവർക്കത് പ്രയോജനപ്പെടും, എനിക്കും പ്രയോജനപ്പെടും എന്ന് ചിന്തിച്ചു എന്ന് വിചാരിക്കാം. അത്ര ഗംഭീരമായിട്ട് ഞാനൊരു ഹോട്ടൽ നടത്തുമ്പോൾ നല്ല ഭക്ഷണമാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ സമരമുള്ള ദിവസം, അപ്പോഴാണ് നമ്മൾ ഈ ഓട്ടോറിക്ഷയുടെ മഹത്വം അറിയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്ന വ്യക്തി ആ ഹോട്ടൽ തുറന്നില്ല എന്ന് വിചാരിക്കാം. ആ ഹോട്ടൽ പ്രതീക്ഷിച്ച് അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നവർക്ക് അന്ന് വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവാണ് നോക്കേണ്ടി വരിക. അപ്പൊ ആ ഹോട്ടൽ നല്ല ഭക്ഷണം, നല്ല ചായ, നല്ല സമയത്ത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി എൻ്റെ ബിസിനസ് വളരുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുന്നതോടൊപ്പം എൻ്റെ സർവീസിന്റെ ഇന്റൻസിറ്റിയും വ്യാപ്തിയും കൂടുന്നു എന്ന് കൂടി ചിന്തിച്ചു വിചാരിക്കാം. അപ്പൊ ആ ഹോട്ടൽ ബിസിനസ് ആയാലും ഓട്ടോറിക്ഷ ഓടിക്കലായാലും നാരങ്ങാവെള്ളം വിൽക്കലായാലും ഒരു സ്കൂളും കോളേജും തുടങ്ങലായാലും ഒരു ബനാറസ് സാരി വാങ്ങിക്കലായാലും ഒരു ഖാദി പ്രോഡക്റ്റ് വാങ്ങിക്കലായാലും അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതായാലും ഒരുമിച്ച് ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രദേശം ക്ലീൻ ചെയ്യലാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും ധന്യമാക്കുന്നതിന് നമ്മുടെ മുമ്പിൽ നമ്മൾ വെക്കേണ്ട ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് രാഷ്ട്രവും സംസ്കാരവുമാക്കിയാൽ അത് ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും പറയേണ്ടിയിരുന്നത് പറയാത്തതിൻ്റെയും ദുഃഖം ഇന്ന് അനുഭവിക്കേണ്ടി വരില്ല. എന്താ കാരണം? ചെയ്തത് വിശാല വീക്ഷണത്തോടു കൂടിയാണ്. നമ്മുടെ കുട്ടികളിലും ഈ വീക്ഷണം ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് ഒരു സ്കൂളുണ്ട്, ഭാരതീയ വിദ്യാവിഹാർ. 1100 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. 1100 കുട്ടികൾക്കും എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ 25 മിനിറ്റ് ക്ലാസ് എടുക്കാറുണ്ട് ഉച്ചയ്ക്ക്. എല്ലാ കുട്ടികളും ശ്രദ്ധയോടുകൂടി കേൾക്കാറുണ്ട്. തിരുവനന്തപുരത്തിരുന്ന് ലാൻഡ് ഫോണിലാണ് ഞാൻ തൃശ്ശൂരുള്ള ഞങ്ങളുടെ സ്കൂളിലേക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ ആ ക്ലാസ് കഴിഞ്ഞാൽ അവരതിങ്ങനെ ചർച്ച ചെയ്യും. സത്യത്തെക്കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുക്കും, ധർമ്മത്തെക്കുറിച്ച്, കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, അമ്മയുടെ കാല് തൊട്ട് സ്കൂളിലേക്ക് വരേണ്ടതിനെ കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച്, എല്ലാത്തിനെയും കുറിച്ച് ക്ലാസ് എടുക്കും. അതുപോലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, എല്ലാ വിഷയങ്ങളും ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ്. തിരുവനന്തപുരത്തുള്ള ദിവസം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ക്ലാസ് എടുത്തിരിക്കും. അത് 40 ക്ലാസ് മുറിയിൽ മൈക്ക് സെറ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ LKG മുതൽക്കുള്ള കുട്ടികൾക്ക് കേൾക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞ് അതേ ദിവസങ്ങൾ വൈകുന്നേരം ടീച്ചേഴ്സിനും ക്ലാസ് എടുക്കും. അപ്പൊ നിരന്തരം ഒരു വിഷയം അവർ കേൾക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ആടിമുടി മാറ്റാൻ അവരെ നമ്മൾ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്, വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്, അവരെ നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെ കാണിക്കാനായിട്ട് ആ കുട്ടികളിലുള്ള മാറ്റം അസാധാരണമാണ്. ഹിന്ദു ന്യൂസ് പേപ്പർ 5 സ്കൂളുകളെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്തതിൽ കഴിഞ്ഞ വർഷം മാത്രം CBSE റെക്കഗ്നിഷൻ കിട്ടിയ യങ്ങസ്റ്റ് സ്കൂളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സ്കൂള്. ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ കണ്ടിട്ട് ഈ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ആൾക്കാർ പറയുകയുണ്ടായി, ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളെ കാണാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ ഉത്സവത്തിൽ കണ്ടിട്ടില്ല. ഈ ഡിസിപ്ലിൻ ആ കുട്ടികളിൽ ഉണ്ടാക്കിയത് നമ്മുടെ സമൂഹം, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, ഈ 3 വീക്ഷണം കൊടുത്തത് കൊണ്ടാണ്. ബാക്കി എല്ലാ കുട്ടികളും ഒരേപോലെയാണ് ലോകത്തിലെ.
പക്ഷെ രാഷ്ട്രത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ 15 മിനിറ്റ് വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികളിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് അത്ഭുതകരമായിട്ട് പുറത്തുള്ളവരും അകത്തുള്ളവർക്കും അനുഭവിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ പ്രവൃത്തിയാണെങ്കിലും, ഒരു ഭിക്ഷക്കാരന് പൈസ കൊടുക്കുന്നതോ ഒരു സാധനം വാങ്ങിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് വേദനിക്കുന്നവനും വിശക്കുന്നവനും പാവപ്പെട്ടവനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും കൂടി പ്രയോജനപ്രദമായ രീതിയിലാവട്ടെ. അത് തന്നെയാണ് എപ്പോഴും പറയാറുണ്ട്. അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് സ്വർണ്ണക്കൊടിമരത്തിന് പൈസ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാം. ശ്രീകോവിലിന് സ്വർണം പൂശുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ ഓർഫനേജ് നടത്തുന്നവരുടെ ബുദ്ധിമുട്ട് അവിടെ ചെന്നാലേ അറിയുള്ളൂ. ഗവൺമെന്റ് സ്കൂളുകളിൽ പാവപ്പെട്ടവരുടെ അടുത്ത് രോഗികൾക്ക് ഈ ശ്രീകോവിലിൽ സ്വർണം പൂശുന്നതിനേക്കാൾ എത്ര നല്ലതാണ് അവർക്ക് സഹായിക്കുന്നത്. 15ഉം 20ഉം ആനകളെ ഉപയോഗിച്ച് 7 ദിവസം 8 ദിവസം അടിച്ച് തിമർത്ത് ലക്ഷങ്ങൾ അടിച്ച് പൊളിച്ച് ഉത്സവം നടത്തുന്നതിന് ഉത്സവം വേണം, 1 or 2 ആന വേണം, അതിനൊന്നും എതിരല്ല, അതെല്ലാം വേണ്ടതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ കോടികൾ തൂർത്തെറിയുമ്പോൾ നെന്മാറ അമ്പലത്തിൽ 1.1 കോടി രൂപയുടെ വെടിക്കെട്ടാണെന്നാണ് കേട്ടത്. 1 കോടി രൂപയുടെ എന്ന് വിചാരിക്കാം. ഉത്രാളിക്കാവിൽ 85 ലക്ഷം രൂപയുടെ വെടിക്കെട്ടാണ്. 1 കോടി രൂപയുണ്ടെങ്കിൽ LKG മുതൽക്ക് 12ാം ക്ലാസ് വരെ ഒരു സ്കൂൾ തുടങ്ങാം പാലക്കാട് ജില്ലയിൽ. ഒരു വിഷമവും ഇല്ല. ഇന്നത്തെ ഗവൺമെന്റ് അപ്രൂവലും തരും, കണ്ടീഷൻസ് ഒക്കെ ശരിയാണെങ്കിൽ. വെറും 1.25 മണിക്കൂർ കൊണ്ട് പൊട്ടിച്ച് കളയുന്നതാണ് ഈ 1.1 കോടി രൂപ. വെറും ചെകിടടപ്പിക്കുന്ന ശബ്ദം കൊണ്ട് ആനന്ദിക്കുന്ന മനുഷ്യൻ. അതിനേക്കാൾ നന്നായിട്ട് നല്ല ഒരു സിനിമ കണ്ടാൽ, ഭ്രമരം എന്ന സിനിമ കണ്ടാൽ, അല്ലെങ്കിൽ മകന്റെ അച്ഛൻ എന്ന സിനിമ കണ്ടാൽ, അല്ലെങ്കിൽ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ 25 രൂപ മുടക്കിയിട്ട് കണ്ടാൽ, ഇപ്പൊ ടി വിയിലുണ്ട്, പൈസ തന്നെ മുടക്കണ്ട. ഈ വെടിക്കെട്ടിനേക്കാൾ 1 മണിക്കൂറിന്റെ വെടിക്കെട്ടിനേക്കാൾ 2.5 മണിക്കൂറിന്റെ സിനിമയിൽ നിന്ന്, 6-ാം തമ്പുരാൻ എന്ന സിനിമയിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടില്ലേ? എന്തിനീ 1 കോടി രൂപ പൊടിച്ചു കളയുന്നത്? ഞാൻ വിഷയം വിട്ടുപോയതല്ല, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുമാതിരിയുള്ള വെടിക്കെട്ടിന്റെ തിന്മ, ആനയുടെ തിന്മ, സ്വർണ്ണക്കൊടിമരത്തിന്റെ തിന്മ, വിഭവ സമൃദ്ധമായ സദ്യ വീട്ടിൽ ഇഷ്ടംമാതിരി തിന്നാനുള്ളവർക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന അമ്പലത്തിലെ അന്നദാനത്തിന്റെ തിന്മ, വിശക്കുന്നവന് കൊടുക്കണം, കഞ്ഞി വീഴ്ത്തൽ വേണം, കൊടിമരം വേണം, ശ്രീകോവിൽ വേണം, ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള അമ്പലം വേണം, ഉത്സവം വേണം, ആഘോഷം വേണം, ഒന്നും വേണ്ടെന്നല്ല. അത് ആഡംബരമാക്കി മാറ്റി നമ്മൾ നശിപ്പിക്കുന്ന പൈസ നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ അങ്ങനെയുള്ളതായി തീരട്ടെ. ഇന്നു മുതൽക്ക് യൂട്യൂബിൽ ഇത് കേൾക്കുന്നവര് അങ്ങനെയും കൂടി ചിന്തിക്കട്ടെ. വലിയ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതിന് പകരം ചെറിയൊരു കടയിൽ നിന്ന് അതേ സാധനം നല്ല ക്വാളിറ്റിയോട് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം. അപ്പൊ അയാളുടെ ഉപജീവന മാർഗത്തിനത് സഹായിക്കും. അതുപോലെ വളരെയധികം സാമ്പത്തികമായിട്ട് ഉള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് കൊടുക്കുന്നതിന് പകരം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങളിൽ വഴിപാടിന് കൊടുക്കാം. ശബരിമലയിൽ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങളും കോടികളും 10,000ങ്ങളും ഇടുന്നതിന് പകരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു നേരം വിളക്ക് കത്തിക്കാൻ പറ്റാത്ത അമ്പലങ്ങളുണ്ട്, അവിടേക്ക് വഴിപാടിന് കൊടുക്കാം. എല്ലാം കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളുടെ സംഭാവനകൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും നന്മ വരുത്തുന്നതാവട്ടെ. ഓരോ പ്രവൃത്തിയും നമ്മളുടെ അപ്രകാരമാകാൻ ശ്രമിക്കട്ടെ. ശ്രമിക്കാനുള്ള യജ്ഞത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ബാക്കിയുള്ളവരെ വിളിച്ചറിയിച്ച് ഒരു സപ്പോർട്ടിനും അപ്രീസിയേഷനും വേണ്ടി ശ്രമിക്കാതിരിക്കാം. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വിളിച്ചു, ഞാൻ അവിടെ വന്നൊരു ക്ലാസ് എടുക്കണമെന്ന്. അതിന് അദ്ദേഹം കുട്ടികളുടെ ചരിത്രം മുഴുവനും, എൻ്റെ കുട്ടി 15ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ഇന്ന പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും എന്നോട് പറയല്ലേ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? സാറ് നമ്മുടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വരണം. നിങ്ങൾ ആരാണ്? ഞാനൊരു രക്ഷാകർത്താവാണ്. രക്ഷാകർത്താവ് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ സാധിക്കില്ല. മാനേജ്മെന്റ് വിളിക്കട്ടെ. സാർ, മാനേജ്മെന്റിനോട് ഞാൻ പറയുന്നതിന് മുമ്പ് സാറിനോട് എല്ലാ കാര്യങ്ങളും പറയാനാണ്. എനിക്കിത് കേൾക്കാൻ നേരെയില്ല, എനിക്ക് വരാൻ പറ്റുമെങ്കിലല്ലേ ഇതൊക്കെ കേൾക്കേണ്ട കാര്യമുള്ളൂ. ആ മനുഷ്യന് ഭയങ്കര ദേഷ്യം വന്നു. എൻ്റെ ഓഫീസിലുള്ളവരെ വിളിച്ച് ആ മനുഷ്യൻ പറഞ്ഞു, ഈ ലോകത്തിൽ ഗോപാലകൃഷ്ണനെ പോലെ ഇത്രയും അരോഗന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഞാനൊന്നും പറഞ്ഞില്ല. സ്റ്റാഫ് പറഞ്ഞപ്പോഴും ഒന്നും പറഞ്ഞില്ല.
ഓരോ വ്യക്തിയും അവനവന്റെ മക്കൾക്ക് പ്രശ്നം വരുമ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് വിളിച്ച് എന്നോട് അവരവരുടെ ചരിത്രം മുഴുവനും പറയുന്നത്. അവരെ ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും വ്യാപ്തിയും ഞാനല്ല കണ്ടെത്തേണ്ടത്. ഒന്നോ രണ്ടോ കുട്ടികളുള്ള മക്കളുള്ള അച്ഛന്റെയും അമ്മയുടെയും ഉത്തരവാദിത്വമായിരുന്നു നല്ലൊരു ശരീരം കൊടുക്കുന്നത് പോലെ നല്ലൊരു മനസ്സും കൊടുക്കേണ്ടത്. അല്ലാതെ വീട്ടിൽ നടക്കുന്നത് മുഴുവനും കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് അയാളെ വിളിച്ച് പറയുമ്പോൾ അവിടെയാണ് ഈ സ്വാർത്ഥത വരുന്നത്. അത് കേൾക്കാൻ സമയമില്ല എന്ന് പറയുമ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നതും അവർക്ക് അവരുടെ നിയന്ത്രണം വിട്ടുപോകുന്നതും. അതെല്ലാം സംഭവിക്കുന്നത് സ്വാർത്ഥതയുടെ പുറത്ത് വരുമ്പോഴാണ്. ഗോപാലകൃഷ്ണ അരോഗന്റ് ആണ് എന്ന് പറഞ്ഞതിലൊന്നും എനിക്കൊരു വിരോധമില്ല. ഒരുപക്ഷെ എന്റെ സ്വഭാവത്തിൽ കുറവുണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ സോഴ്സ്, റൂട്ട് എന്ന് പറയുന്നത് അയാളുടെ വീട്ടുകാര്യം പറയുന്നത് ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് ഒരു നക്ഷലിൽ പറഞ്ഞാൽ കേൾക്കാൻ വിരോധമില്ല. വളരെ ഇലാബറേറ്റ് ആയിട്ട് പദാനുപദം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് സമയക്കുറവുള്ളത്. അപ്പൊ ഇത് ഓർമ്മിക്കാൻ ഞാൻ പറഞ്ഞത്, നമ്മളുടെ ലക്ഷ്യവും മാർഗവും കുറച്ചും കൂടി വിപുലമാക്കിയാൽ, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് എന്നുള്ളതിൽ നിന്ന് എൻ്റെ രാഷ്ട്രം, എൻ്റെ സമൂഹത്തിലേക്ക് മാറിയാൽ ഒത്തിരിയധികം നമുക്ക് സംതൃപ്തിയുള്ള ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.